പ്രധാനമന്ത്രി ലോക്സഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, 370 എന്ന സീറ്റ് ഉറപ്പാണ്, NDA 400-ലെത്തുമെന്ന്. ഭയങ്കര ആത്മവിശ്വാസമാണ്. നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുമ്പോഴും പറഞ്ഞിരുന്നു, ഞാൻ തന്നെ അല്ലെങ്കിൽ ഞങ്ങളുടെ സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിലെത്തി ബജറ്റ് അവതരിപ്പിക്കാൻ പോകും എന്ന്. എല്ലാ BJP നേതാക്കൾക്കും ഭയങ്കര ആത്മവിശ്വാസമാണ്, ഞങ്ങൾ തന്നെ, മോദി സർക്കാർ തന്നെ അധികാരത്തിൽ വീണ്ടും തിരിച്ചെത്തുമെന്ന്. പ്രതിപക്ഷത്തിലെ ചില നേതാക്കളും പറയുന്നു, ഒരുപക്ഷെ മോദി തന്നെ അധികാരത്തിൽ വരും. എന്തുകൊണ്ട് ആ ഒരു ഓളം ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു? ആ ഒരു ആത്മവിശ്വാസത്തിന് പിന്നിലെന്താണ്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മോദി ഗവേണൻസിലുണ്ടായ അനുകൂലമായ ഘടകങ്ങൾ. രണ്ട്, ഏറ്റവും ഒടുവിൽ നടന്ന 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്. ഈ 2 ഘടകങ്ങൾ ഞാനൊന്ന് ഡെവലപ്പ് ചെയ്യട്ടെ. മോദി ഭരണത്തിൽ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് വിമർശനം എന്തൊക്കെ പറഞ്ഞാലും കാര്യമായ രാജ്യത്തിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. മിഡിൽ ക്ലാസിൻ്റെ വളർച്ച രാജ്യത്തുണ്ടായിട്ടുണ്ട്. കോർപ്പറേറ്റ് എക്കോണമിയുടെ ബേസിൽ സാമ്പത്തികമായിട്ട് രാജ്യത്തിന് ഉയരാൻ കഴിഞ്ഞു. കണക്കുകൾ പറയുന്നത് നമ്മൾ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണെന്ന്. എന്തായാലും ഒരു രാഷ്ട്രീയ തുടർച്ച അവകാശപ്പെടാൻ രാജ്യത്തിലെ ജനാധിപത്യ പാർട്ടികൾക്ക് എല്ലാം അവകാശമുണ്ട്. എന്നാലും പൊതുവിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ കണ്ടൊരു കാലഘട്ടമാണ്. ഡിജിറ്റലൈസേഷനിലേക്ക് വന്നു, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ വന്നു, G20-യിൽ അന്തർദേശീയ ബന്ധങ്ങളിൽ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു, സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു. ഇതിനൊക്കെ പുറമെ നമ്മൾ അടിസ്ഥാന സൗകര്യം ജനങ്ങൾക്ക് വളരെ നേരിട്ട് കാണാവുന്ന കാര്യം വലിയ മാറ്റങ്ങളുണ്ടായി. ഇത് പുരോഗതിക്ക് ഗുണം ചെയ്തു. അതുവഴി ശക്തമായൊരു മിഡിൽ ക്ലാസ് ഉണ്ടായി. IT രംഗമെല്ലാം പണ്ടേ തുടർന്നാണെന്ന് പറയാം. ന്യൂക്ലിയർ ടെക്നോളജിയൊക്കെ പണ്ടേ ഉള്ളതാണ്, സ്പേസ് ടെക്നോളജി അതൊക്കെ കൂടുതൽ ശക്തി ആർജിക്കുന്നതോടൊപ്പം ഫാർമസ്യൂട്ടിക്കൽസും ബയോടെക്നോളജിയും കോവിഡ് വന്നപ്പോൾ നേരിട്ട സാഹചര്യങ്ങളും ലോകത്തിന് മുമ്പിൽ ഇന്ത്യ ഒരു ശക്തിയാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞത് മോദിയുടെ കഴിവാണ്. അതുകൊണ്ട് തന്നെ മോദി ഫാക്ടറിനെ നമുക്ക് ഇകഴ്ത്തി കാണിക്കാൻ പറ്റില്ല. അത് ജനങ്ങൾക്ക് ആത്മാർത്ഥമായ വിശ്വാസമുണ്ട്. മറുവശത്ത് അതിനൊരു അൾട്ടർനേറ്റീവ് കാൻഡിഡേറ്റിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. രാഹുൽ ഗാന്ധി അതിൻ്റെ അടുത്തൊന്നും എത്തുന്നില്ല, മറ്റൊരാളും എത്തുന്നില്ല. ഇത് മോദിയുടെ അനുകൂലമായ ഘടകങ്ങളാണ്. അതോടൊപ്പം ക്ഷേമ പരിപാടികൾ, ഞാൻ അതിൻ്റെ എണ്ണം കൂട്ടി പറയുന്ന കാര്യമില്ല, അനേകം ക്ഷേമ പരിപാടികൾ, അത് വിദ്യുച്ഛക്തിയുടെ കാര്യമായാലും അരിയും ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കാര്യത്തിലായാലും ടോയ്ലറ്റ് നിർമ്മിക്കുന്ന കാര്യത്തിലായാലും വീടുകളും മറ്റും നിർമ്മിക്കുന്ന കാര്യം എല്ലാം പാവങ്ങളെ കോൺസെൻട്രേറ്റ്. അപ്പോൾ മിഡിൽ ക്ലാസ്സിനെയും ലോവർ ക്ലാസ്സിനെയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുകയും അതേസമയം അപ്പർ ക്ലാസ്സിന് ഗുണം ചെയ്യുന്ന, ചിന്തിക്കുമ്പോൾ അവർക്ക് ഗുണം ചെയ്യുന്ന ഒരു ഗ്ലോബൽ എക്കോണമിക്ക് ചേർന്ന് നിൽക്കുകയും, ഇതിനെല്ലാത്തിനും പുറമെ ഹിന്ദുത്വ ഫാക്ടർ. ആ ഹിന്ദുത്വ ഫാക്ടറിൽ രാമക്ഷേത്രം നിർമ്മിച്ചത് മാത്രമല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, യൂണിഫോം സിവിൽ കോഡ്, തീർച്ചയായിട്ടും രാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ ഘടകങ്ങൾ ഉത്തരേന്ത്യൻ മേഖലയിൽ വലിയ സ്വാധീനം, കേരളത്തിനെ പോലെയല്ല, വലിയ സ്വാധീനം സൃഷ്ടിക്കുന്നുണ്ട്. അത് ഹിന്ദുത്വ ഫാക്ടറിൻ്റെ ഒരു വ്യത്യാസം. ഈ താഴേക്കിടയിലുള്ള സബാൾട്ടേൺ ഹിന്ദുത്വ എന്നൊരു ഭാഗമുണ്ട്. നമ്മൾ ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പ് നോക്കിയപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കും, BJP നന്നായിട്ട് പെർഫോം ചെയ്ത ട്രൈബൽ കോൺസ്റ്റിറ്റ്യുവൻസീസിലാണ്. അതെങ്ങനെ ദളിത് ട്രൈബൽ കോൺസ്റ്റിറ്റ്യുവൻസിൽ BJPക്ക് ഇത്രയും വളരാൻ കഴിഞ്ഞു? അപ്പോൾ SP-യും BSP-യും ജനതാദൾ U ഒന്നും അവിടെ രംഗത്ത് വരുന്നില്ല. അവിടെ എല്ലാം അപ്പോൾ പാവപ്പെട്ട പിന്നോക്കക്കാരായ ഹിന്ദു ഭാഗത്തിലും സവർണ ഹിന്ദു ഭാഗത്തിലും ഒരുപോലെ വളരാൻ, അതായത് ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിക്കലല്ല, സബാൾട്ടേൺ ആണ് എന്നുകൂടി കാണിച്ചൊരു കാലഘട്ടമാണ് ഈ സമയം. ഇതുകൊണ്ട് ഹിന്ദി ബെൽറ്റ്, ആ കൗ ബെൽറ്റ് എന്ന് പറയുന്ന സംസ്ഥാനങ്ങളിൽ BJPക്ക് ശക്തമായ ഒരു അടിത്തറയുണ്ടാക്കാൻ കഴിഞ്ഞു. മറ്റ് പല ഭാഗങ്ങളിൽ അതില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. സൗത്ത് ഇന്ത്യയിൽ കർണാടക ഒഴികെ BJPക്ക് കാര്യമായ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിയില്ല. പേരിന് 3-4 സീറ്റ് തെലങ്കാനയിലോ, 1 സീറ്റ് ആന്ധ്രയിലോ, കേരളത്തിൽ 1-2 സീറ്റോ, തമിഴ്നാട്ടിലെ 1 സീറ്റോ 2 സീറ്റ് ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ കർണാടകയിൽ നല്ല സീറ്റ് നേടും, അതിന് സംശയമൊന്നുമില്ല. ബാക്കിയെല്ലാം നമുക്കറിയാവുന്ന പോലെ ആ ഹിന്ദി ബെൽറ്റിലാണ്. പുറമെ മഹാരാഷ്ട്രയും വെസ്റ്റ് ബംഗാളും, മഹാരാഷ്ട്രയിലും വെസ്റ്റ് ബംഗാളും. ഹിന്ദി ബെൽറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ബീഹാറിനെ ഉൾപ്പെടുത്തി. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പുറമെ ചെറിയ സീറ്റുകളാണെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് മുഴുവൻ, ആസാം ഉൾപ്പെടെ. അപ്പോൾ ഇത്രയും സീറ്റുകൾ വരുന്ന മേഖല ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സ്ഥലമാണ്. ഇതിന് പുറമെ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള മഹാരാഷ്ട്ര, അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം BJPക്ക് അനുകൂലമാണ്. നിതീഷ് കുമാർ മാറിയത് തന്നെ ബീഹാറിൽ രാഷ്ട്രീയം മാറുന്നത് കണ്ടുകൊണ്ടാണ്. അതോടൊപ്പം വെസ്റ്റ് ബംഗാളിലെ മാറ്റം എന്ന് പറയുന്നത്, പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ യഥാർത്ഥ എതിരാളി മമതയ്ക്ക് BJP ആണ്. ഇപ്പോൾ BJP വേഴ്സസ് തൃണമൂൽ എന്നുള്ള രാഷ്ട്രീയ സാഹചര്യം വരുമ്പോൾ എന്തായാലും ഒരു
16-18 സീറ്റുകൾ അവർക്ക് കാര്യമായി പ്രതീക്ഷിക്കാവുന്നതാണ്. കോൺഗ്രസിനെയും CPM-നെയും മാർജിനലൈസ് ചെയ്ത് നേരിട്ടുള്ള ഫൈറ്റായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ബോണസാണ് മഹാരാഷ്ട്ര, ബോണസാണ് പശ്ചിമ ബംഗാൾ, ബാക്കി ഹിന്ദി ബെൽറ്റ്. പക്ഷെ ഞാനിതെല്ലാം കൂട്ടി നോക്കുമ്പോഴും ഒരു 300-310 കിടക്കുന്നില്ല. ഈ സമീപകാലത്ത് കിടന്ന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ്, പിന്നെ രാജസ്ഥാനിലും ഇവിടെ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും, അത് BJPക്ക് ആത്മവിശ്വാസം കൂട്ടി. കാരണം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇത്രയും നേടാമെങ്കിൽ പാർലമെന്റിൽ എന്താണ്? ഇപ്പം പാർലമെന്റിൽ ജനങ്ങൾ എപ്പോഴും ആലോചിക്കുന്നത് ശക്തമായ ഒരു കേന്ദ്ര ഗവൺമെന്റാണ്. കഴിഞ്ഞ തവണത്തെ പോലെ ഒരു പാകിസ്ഥാന്റെ ഒരു ആക്രമണമോ അങ്ങനെ ഒരു ഭീതി ഒന്നുമില്ലെങ്കിലും ജയശങ്കറിന്റെ വിദേശകാര്യ മന്ത്രി സ്ഥാനം രാജ്യത്തിന് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അതിൽ നിന്ന് ഇപ്പോൾ G20 കൊണ്ടുവന്നത് മാത്രമല്ല, സൗത്ത് ഈസ്റ്റ് ഏഷ്യയുമായിട്ടുള്ള ബന്ധങ്ങൾ, അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങൾ, റഷ്യയുമായിട്ടുള്ള ബന്ധങ്ങൾ, നമ്മൾ റഷ്യയും അമേരിക്കയും പണക്കാതെ കൊണ്ടുപോകുന്ന ഒരു ബാലൻസിങ് ആക്ട്, അതിൽ നമ്മൾ ജയിച്ചിട്ടുണ്ട്. ചൈനയെ വലിയ ശത്രുവായിട്ടില്ല. അപ്പോൾ പിന്നെ യൂറോപ്പ് മുഴുവൻ യുക്രൈൻ വാറിൽ കൺഫ്യൂസ്ഡ് ആയപ്പോൾ നമ്മൾ എടുത്ത നിലപാട് റഷ്യയെ പ്രീണിപ്പിക്കാതെ, എന്നാൽ റഷ്യയുടെ പിന്തുണ നമുക്കുണ്ട്, പുതിൻ നമ്മളോടുണ്ട്, അമേരിക്ക എന്നും നമ്മളോടുണ്ട് കുറേ കാലങ്ങളായിട്ട്. ഇപ്പോൾ വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസ് വന്നപ്പോൾ നമ്മൾ എടുത്ത നിലപാട് വ്യക്തമാണ്. ഗാസയിൽ ഹമാസാണ് ആക്രമണം തുടങ്ങി, അതുകൊണ്ട് തന്നെ നമുക്ക് ഇസ്രായേലിന് കൂടെ നിൽക്കാനേ പറ്റുള്ളൂ. എന്നാൽ ഒരു 2 രാഷ്ട്രങ്ങൾ വേണം, 2 സ്റ്റേറ്റ് സൊല്യൂഷൻ, അത് ഒഴിവാക്കാൻ പറ്റില്ല. ഈ നിലപാട് വളരെ രാജ്യത്തിന്റെ ദേശീയ നിലപാടിൽ 2 സ്റ്റേറ്റ് സൊല്യൂഷനാണ് ആൻസർ. പക്ഷേ ഇപ്പോഴത്തെ ക്രൈസിസ് വർദ്ധിച്ചു വരാൻ കാരണം ഹമാസാണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ അവിടെയും ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിലൂടെ നിൽക്കുന്നു എന്നുള്ളൊരു ഘടകമുണ്ട്. അപ്പോൾ ഫോറിൻ പോളിസിയിൽ ഐ തിങ്ക് നമുക്ക് ഏറ്റവും നല്ല ടൈമാണ്. G20 വന്നപ്പോൾ ആഫ്രിക്കൻ യൂണിയനെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിച്ച മന്ത്രാലയങ്ങൾ നോക്കുമ്പോൾ വിദേശകാര്യം, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യമായാലും, ഡിഫൻസിൻ്റെ കാര്യമായാലും, അപ്പോൾ സോഷ്യൽ സെക്ടറിൻ്റെ കാര്യമായാലും, ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മലാ സീതാരാമൻ, ഈ മേഖലകളെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തു. മാത്രമല്ല കേന്ദ്രമന്ത്രിമാർക്കെതിരെ ആക്ഷേപങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 2014 കോമൺവെൽത്ത് അഴിമതി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ, കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെ ഉണ്ടായ ആക്ഷേപങ്ങൾ നോക്കുമ്പോൾ അതോടൊപ്പമാണ് നിർഭയ സംഭവം ഉണ്ടാകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഏത് മന്ത്രിക്കെതിരെയാണ് കേന്ദ്രത്തിൽ ആക്ഷേപം വന്നിട്ടുള്ളത്? ഈ ഫാക്ടേഴ്സാണ് BJPക്ക് ഗുണം ചെയ്യുന്നത്. പക്ഷേ BJPക്ക് കടന്നു കയറാൻ പറ്റാത്ത ആന്ധ്രയുണ്ട്, തെലങ്കാനയുണ്ട്, തമിഴ്നാടുണ്ട്, കേരളമുണ്ട്. അപ്പോൾ ഇത്തരം അപ്പോൾ ചുരുക്കത്തിൽ ചില ഏരിയാസിൽ മാത്രമാണ് അവർ ഫോക്കസ്. പക്ഷെ ഉള്ള ഏരിയയിൽ ഭയങ്കര ശക്തിയാണ്. അത് UP ആണെങ്കിലും, മധ്യപ്രദേശ് ആണെങ്കിലും, രാജസ്ഥാൻ ആണെങ്കിലും, ഛത്തീസ്ഗഡ് ആണെങ്കിലും, ഇപ്പോൾ ബീഹാർ. അപ്പോൾ അത് മാത്രമല്ല, പഴയ കാലത്ത് വാജ്പേയി ഭരിക്കുന്ന കാലത്ത് ഷൈനിങ് ഇന്ത്യ എന്നൊരു സ്ലോഗൻ ഇറക്കിയത്. അന്ന് പ്രമോദ് മഹാജനൊക്കെയാണ് അത് കോയിൻ ചെയ്തത്. പക്ഷെ BJP ഇന്ന് ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കണം. അത് അത്ര നല്ല കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയുന്നത് 400 എത്തില്ല എന്ന് പറയുന്നത്, 370 എത്തത്തില്ല. പക്ഷെ ജയിക്കും. കാരണം പ്രതിപക്ഷം വിഘടിച്ചു നിൽക്കുകയാണ്. ആന്റി ഇൻകംബൻസി അവർക്ക് മൊബിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യ മുന്നണി തകർന്നു എങ്കിൽ കൂടി ഇപ്പോൾ ഇന്ത്യ മുന്നണി വീണ്ടും തിരിച്ചു വരുന്ന ഒരു സൂചനയുണ്ടോ? ഇപ്പോൾ കോൺഗ്രസുമായിട്ട് ആം ആദ്മി പാർട്ടിയായിട്ട് ഒരു ടൈപ്പായി. വെസ്റ്റ് ബംഗാളിൽ മാത്രമാണ് ഒരു ചെറിയ പ്രശ്നം നിലനിൽക്കുന്നത്. 400-450 സീറ്റുകളിൽ പൊതു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ഒരു ശ്രമമൊക്കെ നടന്നു, ഏകദേശം അത് വിജയിച്ചു വരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. രാഹുലിന്റെ പ്രധാനമന്ത്രി സ്ഥാനം നമുക്ക് ഇനി ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ ഇപ്പോൾ കർഷക സമരമുണ്ട്. അത് എത്രത്തോളം ഈ ഇലക്ഷൻ അടുക്കുമ്പോൾ ഇനി എത്രത്തോളം അത് കത്തും എന്നൊക്കെ ഇനി കണ്ടറിയാനേ ഉള്ളൂ. പക്ഷെ എങ്കിൽ കൂടി ഈ NDA മുന്നണിയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ? BJPയുടെ വിജയസാധ്യതയെ കുറച്ചെങ്കിലും അത് കുറയ്ക്കുന്നില്ലേ? തീർച്ചയായിട്ടും BJPയുടെ അബ്സല്യൂട്ട് മെജോറിറ്റിയുടെ ആ സാധ്യതയെ കുറച്ച് നിയന്ത്രിക്കാൻ അവർ കഴിയുന്നുണ്ട്. അതിന് തർക്കമൊന്നുമില്ല. സമീപകാലത്ത് നടന്ന 2-3 സംഭവങ്ങൾ, ഒന്ന് ചണ്ഡീഗറിലെ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആക്ഷേപം, അത് BJPയുടെ അതുവരെ ഉണ്ടായിരുന്ന ആ ഇമേജിനെ നശിപ്പിക്കുകയാണ് ഉണ്ടായത്. പിന്നെ രാഷ്ട്രീയ ബോണ്ട്, ഇലക്ട്രൽ ബോണ്ട് വിവാദം, അത് കോടതി വിധിയും BJPക്ക് തിരിച്ചടിയായി വന്നു. ഇപ്പോൾ ഒടുവിൽ കർഷക സമരം. ഈ 3 കാര്യങ്ങളും BJPക്ക് ഒരു സെറ്റ് ബാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ കർഷക സമരം മിക്കവാറും അവസാനിപ്പിക്കാൻ അവർ കഴിയുമെന്നാണ്. പഴയ കർഷക സമരത്തിൻ്റെ അത്ര വീര്യമില്ല. നോൺ പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് ആണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് അവരെ കുറച്ചുകൂടി സ്വാധീനിക്കാൻ കഴിയും. ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കണം, അതിനുള്ള തീരുമാനം വരുമെന്നാണ്. എന്തായാലും കർഷക യൂണിറ്റി പഴയതുപോലെ ഇല്ല. അന്നത്തെ ആ യൂണിറ്റി ഇപ്പോഴില്ല. പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നയപരിപാടികളൊന്നും പ്രഖ്യാപിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിനു മുമ്പ് നടത്തുന്ന ആത്മാർത്ഥമായ കാര്യങ്ങളേ ഉള്ളൂ. ഇതിനൊക്കെ പുറമെ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു കാർഷിക പശ്ചാത്തലമുള്ള രാജ്യമാണെങ്കിലും ഈ സമരത്തിൽ കഷ്ടിച്ച് 2 സംസ്ഥാനങ്ങളിലാണ് കേന്ദ്രമുള്ളത്. ഒന്ന് പഞ്ചാബ്, മറ്റത് ഹരിയാന, വെസ്റ്റേൺ UP, ഇത്രയും മേഖലയിലുള്ള. വെസ്റ്റേൺ UP പോലും കർഷക സമരം കൊടുമ്പിരിക്കൊണ്ടിട്ടും BJPക്ക് ജയിക്കാൻ കഴിഞ്ഞു മുമ്പ്.
ഈ സമരത്തിന് ശേഷം. അതേസമയം പഞ്ചാബിൽ BJP ഒരു പ്രതീക്ഷയും വയ്ക്കുന്നില്ല. ഹരിയാന BJPയുടെ ശക്തി കേന്ദ്രമാണ്. അപ്പോൾ ഈ തരത്തിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് കർഷക സമരത്തിന് ഇലക്ടറലായിട്ടൊരു ഗുണമുണ്ടാകുമെന്ന് വലിയ പ്രതീക്ഷ വയ്ക്കരുത്. എന്നാൽ ഇന്ത്യ മുന്നണി ഇനിയെങ്കിലും ഒന്നിച്ചു നിന്നാൽ സാഹചര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ പറ്റും. ഇല്ലെങ്കിൽ കോൺഗ്രസ് കഴിഞ്ഞ തവണ കിട്ടിയ 54 പോലും കിട്ടാതെയാകും. അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കണമെന്നും കോൺഗ്രസിനൊരു 75-100 സീറ്റുകൾ കിട്ടണമെങ്കിൽ വാസ്തവത്തിൽ ഇന്ത്യ മുന്നണിയിൽ അവർ കൂടുതൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം. അങ്ങനെയുള്ള തയ്യാറെടുപ്പിന് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ അവർ ഈ മിനിറ്റ് വരെയും തയ്യാറായിട്ടില്ല. പിന്നെ ഇപ്പോൾ ജനതാദൾ ലല്ലു പ്രസാദിന്റെ പാർട്ടിയൊക്കെയാണ് കുറച്ചെങ്കിലും ആത്മാർത്ഥത കാണിക്കുന്നത്. ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഡൽഹിയിൽ കോംപ്രമൈസായി തീരുമാനമായി 4 സീറ്റുകൾ ആം ആദ്മി പാർട്ടിയും 3 സീറ്റുകൾ കോൺഗ്രസും. അതേപോലെ പഞ്ചാബിലും ഏതാണ്ട് തീരുമാനമായി. പഞ്ചാബിലെ ഒറ്റയ്ക്ക് തന്നെ അവർ നിൽക്കും. ചുരുക്കത്തിൽ ഇതിന്റെ ഇന്ത്യ മുന്നണിയുടെ ഒരു പരിമിതി എന്താണ്? ഈ ഐക്യം 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യ മുന്നണി അനൗൺസ് ചെയ്തപ്പോഴുണ്ടായ യൂണിറ്റി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അതിലെ പല നേതാക്കന്മാരെ ചിതറിപ്പോയി. പിന്നെ ഇന്ത്യ മുന്നണിയിലേക്ക് ബിജു ജനതാദൾ വന്നില്ല എന്ന് മാത്രമല്ല, ബിജു ജനതാദൾ കൂടുതൽ മോദിക്ക് അടുപ്പത്തിൽ നിൽക്കുകയാണ്. അതും NDAക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യം. നമ്മൾ ചർച്ച ചെയ്തില്ല എന്നേ ഉള്ളൂ. അവിടെ ബിജു ജനതാദളുടെ സീറ്റുകളെല്ലാം NDAക്ക് പോകും. അപ്പൊ അതുകൊണ്ട് ആ ബലത്തിൽ അത് NDA കിറ്റിയിലോട്ടാണ് അത് പോകുന്നത്. പിന്നെ പിൽക്കാലത്ത് നിതീഷ് കുമാർ അതിൽ നിന്ന് പുറത്തുപോയി, മറ്റു പലരും അതിൽ നിന്ന് പുറത്തുപോയി. ഈ പുറത്തു പോയതെല്ലാം അവർ രാഷ്ട്രീയത്തിൽ പ്രാവീണ്യമുള്ളവരാണ്. ചുവരെഴുത്ത് വായിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് അവർ ഇന്ത്യ മുന്നണി വിട്ടുപോയത്. ഇന്ത്യ മുന്നണി ഭരിക്കാൻ പറ്റില്ല, ഒരു ഭൂരിപക്ഷം ഉണ്ടാകില്ല, തനിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കിയാണ് നിതീഷ് കുമാർ പുറത്തു വന്നത്. അത് വളരെ 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 ക്ലിയർ ആയ ഒരു കാര്യമാണ്. മറുവശത്ത് ഒരു ആൾട്ടർനേറ്റീവ് പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റിനെ പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് പ്രൊജക്ട് ചെയ്യാതെയും 2004 UP അധികാരത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അന്ന് കാണുന്ന ഒരു വിശ്വാസം, ആത്മവിശ്വാസം ഇന്ന് കോൺഗ്രസിനില്ല. കാരണം കോൺഗ്രസ് മുന്നണി ഭരണമെങ്കിൽ 200 സീറ്റെങ്കിലും കിട്ടണം. 200 പോയിട്ട് 100 കിട്ടുമോ? ഇപ്പൊ കുറച്ചു നേരത്തെ താങ്കൾ പറഞ്ഞത് 40-ഓ 50-ന്റെ കാര്യം. അപ്പൊ കഴിഞ്ഞ 54-നെ ഒരു 75-ഓ 80-ഓ ഒക്കെ ആക്കാൻ പറ്റിയാൽ ഒരു ശക്തമായൊരു പ്രതിപക്ഷമായിട്ട് നിൽക്കാനും മറ്റു ചില പാർട്ടികളുടെ ശക്തിയോടുകൂടി എല്ലാം കൂടെ ഒരു 150 സീറ്റുകൾക്ക് അടുത്ത് പ്രതിപക്ഷത്തിന് കിട്ടണം, സംശയമൊന്നുമില്ല. അല്ലെങ്കിൽ 200-നടുത്ത് കിട്ടണം. അപ്പൊ മറുവശത്ത് ബിജു ജനതാദളും തെലുങ്കുദേശം പാർട്ടി, NDAയിൽ ഇല്ലാത്ത പാർട്ടികളെല്ലാം കുറച്ച് പേര് അപ്പുറത്ത് നിൽക്കുമ്പോൾ BJPക്ക് തനിച്ചൊരു 310. ഞാൻ കാണുന്ന റേഞ്ച് അതാണ് 300-310 സീറ്റ്. അതിനപ്പുറം ഞാൻ കാണുന്നില്ല. പക്ഷേ ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസം സമീപകാലത്ത് ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതൊരു തരംഗമാക്കാൻ അവർക്ക് കഴിയുമോ എന്നുള്ളത് വളരെ സംശയമാണ്. എന്തായാലും വളരെയധികം നന്ദി, ഇത്ര വിശാലമായി രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ചത്. താങ്ക് യു സർ.